എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോ ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കതിന് ആദ്യം വേണ്ടത് ചെറുപയറാണ്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ചെറുപയർ എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയും ഈ ചെറുപയറും ഒരേ അളവ് തന്നെ നമ്മൾ എടുത്താൽ മതി. ഉലുവ ഈ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഉലുവ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതാണ് കറിവേപ്പില. ഇപ്പം ഞാനിപ്പം എടുത്തേക്കുന്ന കറിവേപ്പില കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഉണങ്ങിയതാകുമ്പോൾ കുറച്ചും കൂടി പൊടിഞ്ഞ് കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഉണങ്ങിയ കറിവേപ്പില ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണോളം ഉലുവയാണ് എടുക്കണേ. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപയറാണ്. ചെറുപയറും ഒരു ടീസ്പൂണോളം നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില വളരെ കുറച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാലും ഒത്തിരി അങ്ങ് ഫൈൻ പൗഡറായിട്ട് നമുക്കിത് കിട്ടില്ല. കുറച്ച് തരിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാനത് കാണിച്ചു തരാം. ഉലുവ ആയതുകൊണ്ട് തന്നെ ഉലുവ ശരിക്കും അങ്ങ് പൊടിഞ്ഞ് വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് തരിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെറുപയർ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, പക്ഷെ ഉലുവ അധികം പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അധികം പൊടിയാതെ കിട്ടുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രബ് ചെയ്യണ പോലെ ആ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത്രയും പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടിത് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ അത് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്താലും മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതും കൂടി കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മളിത് മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഹെയർ വാഷ് ചെയ്ത് കളയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ നിന്ന് പൊയ്ക്കോളും. അല്ലാതെ മുടിയിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയൊന്നുമില്ല. ഇനി അഥവാ അങ്ങനെ ഇരിക്കും തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിത് പേസ്റ്റ് പോലെ ആയി കിട്ടും. പക്ഷെ ഞാനിപ്പോൾ അധികം പേസ്റ്റ് പോലെ ആക്കുന്നില്ല. കുറച്ച് സ്ക്രബ് എന്നുള്ള അങ്ങനെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്കാൽപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ്, നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഡാൻഡ്രഫ് പോലെയുള്ളവർക്ക് ഡാൻഡ്രഫും പോവും. അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി ഹെയർ പാക്കാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ്. ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മുടെ ഹെയർ ഗ്രോ ചലഞ്ചിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.